ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 to 4 months ആയി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്ന് ദുഃഖവെള്ളി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈസ്റ്ററിനായിരിക്കും. പക്ഷേ ഇന്ന് ദുഃഖവെള്ളി ആയിക്കൊണ്ട് നമ്മളൊന്ന് മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി നമ്മൾ പോകണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നായിരുന്നു രാത്രി പെസഹ അപ്പമൊക്കെ മുറിച്ച് കഴിഞ്ഞ് ശരി ഒന്ന് പോകുന്ന പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം മുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പയമ്മ ഇല്ലായിരുന്നു, ഞാനും ചേട്ടനും ചേച്ചിയും പിള്ളേരും ഉള്ളായിരുന്നു. മലയാറ്റൂർ നമ്മളൊരു 12 മണിയോടുകൂടി നമ്മൾ എത്തി. പക്ഷേ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പിള്ളേരൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് കറങ്ങി. ഓൾമോസ്റ്റ് ഒരു 1 hour ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടി. നിങ്ങൾക്ക് കാണാൻ നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ ഞങ്ങളൊരു വീട്ടിലാണ് പാർക്ക് ചെയ്തത്. അവർ പേ ആൻഡ് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത്. ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ പേ ആൻഡ് പാർക്ക് ചെയ്തത്. നല്ല ടയേർഡായി. പിന്നെ ഞങ്ങളൊരു കട്ടനും ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഒന്ന് മല കയറാമെന്ന് വിചാരിച്ചു. നല്ല ക്രൗഡായിരുന്നു. അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മിസ്സായി അവർ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ല ക്രൗഡുമായിരുന്നു. ഞങ്ങൾ ആ സമയത്തൊരു കട്ടനൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല റീഫ്രഷായി. പിന്നെ മല കയറാമെന്ന് വിചാരിച്ചു. പിള്ളേർ കുഴപ്പമില്ല, അവർ സഹകരിച്ചു. അവരും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്രൗഡൊക്കെ പെട്ടെന്ന് കണ്ട് കുട്ടികളും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവർക്കും. അതുകൊണ്ട് ജോണി നടന്നില്ല, അവന് ചെറിയൊരു പേടി. പിന്നെ കുഴപ്പമില്ല, അവൻ നടന്നു. അവന് എത്രത്തോളം നടക്കാൻ പറ്റുമോ ശരി അത്രത്തോളം നടത്താമെന്ന് വിചാരിച്ചു. കാരണം മല അങ്ങ് കയറണമല്ലോ. ഞാനൊരു +2 പഠിക്കുമ്പോഴാണ് ഞാൻ മലയാറ്റൂർ പോയേക്കുന്നത്. അത് കഴിഞ്ഞൊരു ലോങ് ഗ്യാപ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു 12 വർഷത്തിന് ശേഷമാണ് വീണ്ടും മല കയറാൻ പോകുന്നത്. ഇതാട്ടോ മലയുടെ ആ സ്റ്റാർട്ടിങ് ഭാഗം. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ രാത്രി ആയാലും അപ്പോഴത്തേക്ക് നമ്മളൊരു 2 മണിയായിരുന്നു കേട്ടോ. ഒരു എല്ലാം കഴിച്ച് 1:30-2 മണിയോടുകൂടിയായി. അപ്പം കുഴപ്പമില്ല, നമ്മൾ മല കയറാൻ തുടങ്ങി. അപ്പം എന്തായാലും നടക്കുന്നുണ്ട്. താഴെ നിന്ന് കാറ് അങ്ങനെ ഒരു സെറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞു കളിപ്പാട്ടങ്ങളുടെ. അപ്പം കാറ് അത് ഇതൊക്കെ മേടിച്ച് 3 പേർക്കും ഓരോരോ കാറൊക്കെ മേടിച്ച് അതും പിടിച്ച് നടക്കുന്നു. അവൻ സഹകരിച്ചു, കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. പിന്നെ ഞങ്ങളങ്ങ് കയറാൻ തുടങ്ങി. ഞാൻ ഓർത്തു ഇപ്പോൾ ഒന്നാം സ്ഥലം എത്തും എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നടക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്നാം സ്ഥലം അങ്ങ് ദൂരെയാണ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നില്ല. എല്ലാവരും വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നതെന്ന്. കാരണം ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പിടിച്ചതെന്ന്. നല്ല ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ലീക്ക് പാറക്കെട്ടുകളൊക്കെ കണ്ടപ്പോൾ അവനൊരു മടുപ്പ് തോന്നി. ഞാൻ പിന്നെ പാതി സ്ഥലത്തോട് ഞാൻ ഇരുന്നു. ചേട്ടനും ചേച്ചിയും വരുന്നേ ഉള്ളതായിരുന്നു. കാരണം ജോണി നടക്കുന്നില്ലായിരുന്നു. അവനെ എടുത്തുകൊണ്ട് പിന്നെ അവർ ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്രത്തോളം പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ മല ഇറങ്ങി. കാരണം ഭയങ്കര ടയേർഡായി കേട്ടോ. ഞങ്ങളതൊക്കെ കഴിയുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു 6 മണിയായി. നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു നേരമാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. മലയുടെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നല്ല ടയേർഡായി, എന്നാലും കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം ഒന്ന് മാറിപ്പോയി. കാരണം നല്ല ക്രൗഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്ന് മാറിപ്പോയി. ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ടയേർഡായതുകൊണ്ട് ഇറങ്ങിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു സർബത്തൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പറഞ്ഞ പോലെ രാവിലെ 6 മണിക്ക് എണീറ്റ് ഉറങ്ങിയേറ്റപ്പോൾ ഒരു 11 മണിയായി. പിള്ളേർക്കൊക്കെ ഒരു നേരം പറ്റില്ലല്ലോ, നമ്മളൊക്കെ ഒരു നേരമാണ്. പിള്ളേർക്ക് ഞാൻ നഗറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ വീട്ടിൽ വന്ന് അമ്മയുടെ നല്ല കഞ്ഞിയും കടലയും മുളക് കൊണ്ടാട്ടും അത് തിന്നപ്പോഴാണ് നമുക്കൊരാശ്വാസമായത്. എന്താ പറയുക, നല്ലൊരു വികാരമാണ്. ആ ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞി അതിന് പ്രത്യേക ടേസ്റ്റാണ്. വേറെ ഏത് ദിവസം കഴിച്ചാലും ഈ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ദിവസം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നന്നായിട്ട് ഒരു പ്ലേറ്റ് എനിക്കൊന്ന് വൈകുന്നേരം വരെ നിൽക്കാൻ പാകത്തിനുള്ള ഒരു പ്ലേറ്റ് കഞ്ഞി കുടിച്ചു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അമ്മയുടെ സ്പെഷ്യൽ കഞ്ഞി കുടിച്ചപ്പോൾ ഒരാശ്വാസമായി. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങി. അമ്മ വന്നില്ല. അമ്മയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് അമ്മ വന്നില്ല. ഈസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അടുപ്പിക്കണമായിരുന്നു. ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് ഓർത്ത് പുറത്തേക്ക് പോയി. അപ്പായുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ പിള്ളേർ സെറ്റുകളെല്ലാവരും ഉണ്ട്. ഒരു നേരം ആയതുകൊണ്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട, ചായ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. തൊടുപുഴയിൽ തന്നെ ഓൾഡ് മങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളന്ന് വെജിറ്റേറിയനും ആണല്ലോ, അതുകൊണ്ട് നമ്മൾ വെജാണ്. പിന്നെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, മഴയ്ക്ക് നല്ല മൂടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു.
ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെയാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നമുക്ക് സമാധാനപരമായിട്ട് ചായയോ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാം, അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ ഇറങ്ങി ചായയും കാര്യങ്ങളും എല്ലാം ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റിംഗാണ്. പിള്ളേരെ കളിക്കാൻ വിട്ടു, പിള്ളേരെ അവിടെ കളിച്ചോളും. അപ്പോൾ ആദ്യം ജ്യൂസ് വന്നു, പാനിപ്പൂരി വന്നു. അവിടുത്തെ സ്വീറ്റ്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്വീറ്റ്ന എന്നാണ് ഞങ്ങൾ പറയണത്, ചില സ്ഥലത്ത് സ്വീറ്റ് പൊറോട്ട എന്ന് പറയും. എല്ലായിടത്തും എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു മാംഗോ ഷേക്കാണ് ഓർഡർ ചെയ്തത്. ഞാനിപ്പോൾ മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് എവിടെ പോയാലും മാംഗോ ഷേക്കാണ് ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മാംഗോസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാംഗോ. അപ്പോൾ ഞാൻ ആ മാംഗോ ഷേക്കാണ് ഓർഡർ ചെയ്തത്. പിള്ളേർ സെറ്റ് എല്ലാവരും അവരൊന്നും കഴിക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ കൂട്ടന് ഒരു നഗറ്റ്സ് വീണ്ടും പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് കഴിക്കും. ഇവരെല്ലാവരും നല്ല കളിയിലാണ്. അപ്പം അവർ ആ സൈഡിൽ നിന്ന് കളിച്ചോളും. ഏറ്റവും വലിയ ഉപകാരം അതാട്ടോ, അവർ കളിച്ചോളും. നമുക്ക് സമാധാനത്തോടു കൂടി അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. അപ്പം പിള്ളേരെല്ലാവരും നല്ല കളിയുടെ ഇതാണ്. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു, നല്ല മഴയാണ്, നന്നായിട്ട് മഴ പെയ്തു, ഇടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലത് നഗറ്റ്സ് പാഴ്സൽ മേടിച്ചു. അവൻ വണ്ടിയിലിരുന്ന് തന്നെ അത് പതുക്കെ കഴിച്ചുകൊണ്ട് പിന്നെ പോയി. പിന്നെ ഞങ്ങൾ മഴ കാണാൻ വേണ്ടി ഒന്ന് ഇരുന്നു. പിന്നെ മഴയൊക്കെ കണ്ട് നല്ല പെരുമഴ ഉണ്ടായിരുന്നു. തൊടുപുഴ ആറാട്ടോ. മഴയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങ് നീങ്ങാൻ തുടങ്ങി. പിന്നെ അന്ന് രാത്രി ഞങ്ങളൊന്നും കഴിച്ചില്ല. ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് നല്ല ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. നല്ലൊരു തിരക്കുള്ളൊരു ദിവസം, നല്ലൊരു ദിവസമായിരുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.